കോളേജിലെത്തിയതും എല്ലാവരും ധ്രുവിയെ അത്ഭുതത്തോടെ നോക്കുകയാണ്. ധാവണി മാത്രം ഉടുത്തു കണ്ടിരുന്ന ധ്രുവിയുടെ മാറ്റമാണ് എല്ലാവർക്കും അതിശയം. ധ്രുവി! പിന്നിൽ നിന്നുള്ള വിളി കേട്ട് ധ്രുവിയും സ്റ്റെല്ലയും ഒരുപോലെ തിരിഞ്ഞു നോക്കി. അത്യാവശ്യം വണ്ണവും അതിനൊത്ത പൊക്കവുമുള്ളൊരു ചെറുപ്പക്കാരൻ അവർക്കരികിലേക്ക് വന്നു. ഞാനിപ്പോൾ ആലോചിച്ചതേ ഉള്ളൂ, ഇത്രയും നേരമായിട്ട് ഈ മുതലിനെ കണ്ടില്ലല്ലോന്ന്. സാധാരണ ഗേറ്റ് കിടക്കുമ്പോൾ തന്നെ ഉണ്ടാകുമല്ലോ. സ്റ്റെല്ല ധ്രുവിക്ക് മാത്രം കേൾക്കുന്ന രീതിയിൽ പറഞ്ഞു. എന്തു പറ്റി ധ്രുവി? 1 മാസമായല്ലോ തന്നെ കോളേജിലേക്ക് കണ്ടിട്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ചെറുപ്പക്കാരൻ ധ്രുവിയോട് ചോദിച്ചു. അവൾക്ക് പനി കൂടി ഹോസ്പിറ്റലിലായിരുന്നു ചേട്ടാ. സ്റ്റെല്ലയാണ് മറുപടി പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട് ധ്രുവി? താൻ ഓക്കെ ആണോ? അവൻ വീണ്ടും ചോദിച്ചു. പനി കുറവുള്ളത് കൊണ്ടല്ലേ അവൾ കോളേജിൽ വന്ന് തുടങ്ങിയത്, സ്റ്റെല്ല പറഞ്ഞു. ഞാൻ ധ്രുവിയോടാണ് സംസാരിക്കുന്നത്. സ്റ്റെല്ല എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ട, അവൻ അമർഷത്തോടെ പറഞ്ഞു. ആര് പറഞ്ഞാലും ചേട്ടന് കാര്യം പറഞ്ഞാൽ പോരെ, സ്റ്റെല്ലയും വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ പറഞ്ഞു. കിരണേട്ടാ, ക്ലാസ് തുടങ്ങാറായി, ഞങ്ങൾ പോകട്ടെ. ഇനിയും അവിടെ നിന്നാൽ രണ്ടും കൂടി അടിയാകുമെന്നറിയാവുന്നതുകൊണ്ട് ധ്രുവി കിരണിനോട് പറഞ്ഞുകൊണ്ട് സ്റ്റെല്ലയുമായി മുൻപോട്ട് നടന്നു. ധ്രുവി, തനിക്ക് ഈ വേഷം നന്നായി ചേരുന്നുണ്ട്. താൻ എന്തിട്ടാലും കാണാനൊരു പ്രത്യേക ഭംഗിയാണ്, കിരൺ അവളോടായി വിളിച്ചു പറഞ്ഞു. കിരണിനോട് മറുപടിയൊന്നും പറയാതെ അവർ നടന്നകന്നു. എൻ്റെ ധ്രുവി, നീ ഈ കോളേജിൽ വന്ന ദിവസം മുതൽ ആ ശ്യാം സാറും കിരണും നിന്റെ പുറകെ നടക്കുക. നിനക്ക് കിട്ടിയതോ മുരടനായ എൻ്റെ ചാച്ചനെയും, സ്റ്റെല്ല അവളോട് പറഞ്ഞു. എനിക്ക് വിധിച്ചത് ആ കാണ്ടാമൃഗത്തിനെയാകും, ധ്രുവി സ്റ്റെല്ലയോട് പറഞ്ഞു. കാണ്ടാമൃഗവോ? എൻ്റെ ചാച്ചനോ? നീ തന്നെയാണോ ധ്രുവി സംസാരിക്കുന്നേ? സ്റ്റെല്ല അതിശയത്തോടെ ചോദിച്ചു പോയി. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? നിന്റെ ചാച്ചന് ചിരിക്കാനെങ്കിലും അറിയാമോ? എന്തലർച്ചയാണ്, മനുഷ്യൻ്റെ ചെവി പൊട്ടിപ്പോകും, ധ്രുവി അവളോട് പറഞ്ഞു. ഇത്രയൊക്കെ എൻ്റെ ധ്രുവി കൊച്ചിൻ്റെ മനസ്സിലുണ്ടായിരുന്നല്ലേ? നീ ഇത് ചാച്ചൻ്റെ മുന്നിൽ പോയി നിന്നും കൂടി പറ, സ്റ്റെല്ല പറഞ്ഞു. എന്നിട്ട് വേണം എൻ്റെ എല്ലാം പല്ലും നഖവും വെവ്വേറെ പെറുക്കിയെടുക്കാൻ, ധ്രുവി അവളോട് പറഞ്ഞു. അമ്മച്ചി, അമ്മേ! കോറസ് പോലെ ഒരുമിച്ചുള്ള വിളി കേട്ട് ധ്രുവി താഴേക്ക് നോക്കി. ഇത്രയും നേരം തൻ്റെ കൂടെ നിന്ന് സംസാരിച്ച സ്റ്റെല്ല താഴെ കിടക്കുന്നു. സ്റ്റെല്ലയുടെ മുകളിൽ വേറെ ഒരാളും. എഴുന്നേറ്റ് മാറണം അങ്ങോട്ട്, തൻ്റെ ദേഹത്ത് വീണ് കിടന്ന ആളെ തള്ളി മാറ്റി സ്റ്റെല്ല എഴുന്നേറ്റു. ഒപ്പം അയാളും. നീയൊക്കെ എവിടെ നോക്കിയടി നടക്കുന്നേ? പഠിക്കാനാണെന്നും പറഞ്ഞ് രാവിലെ കെട്ടിയൊരുങ്ങി ഇറങ്ങിക്കോളും കോളേജിലേക്ക്, കയ്യിലെ പൊടി തട്ടിക്കളഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു. തനിക്കും ഉണ്ടല്ലോ മത്തങ്ങ പോലെ 2 കണ്ണ്, താൻ എവിടെ വായി നോക്കിയാണോ നടക്കുന്നേ? സ്റ്റെല്ലയും വിട്ടുകൊടുത്തില്ല. വായി നോക്കി നടന്നു വന്ന് ഇടിച്ചതും പോരാ, നീ നിന്ന് ന്യായം പറയുന്നോ? അയാൾ ചോദിച്ചു. എടി പൊടിയെന്നൊക്കെ താൻ തൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി, സ്റ്റെല്ല അയാൾക്ക് നേരെ ചീറി. ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യും, അഹങ്കാരി? സ്റ്റെല്ലയ്ക്ക് മുൻപിൽ കൈകെട്ടി നിന്നുകൊണ്ട് അയാൾ ചോദിച്ചു. നീ പോടാ അഹങ്കാര, സ്റ്റെല്ല തിരിച്ചും പറഞ്ഞു. ഡീ നിന്നെ ഞാൻ, അയാൾ ദേഷ്യത്തോടെ മുരണ്ടു. പോയി വല്ല പണിയും നോക്കടോ, അലക്കി വെളുപ്പിച്ച് ഇറങ്ങിക്കോളും, സ്റ്റെല്ല കൂസലില്ലാതെ പറഞ്ഞു. ഇവരുടെയും വഴക്ക് കണ്ട് ധ്രുവി തലയിൽ കയ്യും വെച്ച് നിന്നുപോയി. ഇനിയും ഇത് തുടർന്നാൽ രണ്ടും കൂടി അടിയാകുമെന്ന് മനസ്സിലായതും ധ്രുവി ഒരുവിധം 2 പേരെയും പറഞ്ഞ് സമാധാനിപ്പിച്ച് ക്ലാസ്സിലേക്ക് പോയി. സെക്കൻഡ് പീരീഡ് ക്ലാസ്സിലേക്ക് വന്ന ആളെ കണ്ട് സ്റ്റെല്ലയും ധ്രുവിയും ഒരുപോലെ ഞെട്ടി. സ്റ്റെല്ല വിശ്വാസം വരാത്തപ്പോൾ കണ്ണ് ചിമ്മി നോക്കുന്നുണ്ട്. ധ്രുവി 2 പേരെയും മാറി മാറി നോക്കുമ്പോൾ അവളുടെ കൈ സ്റ്റെല്ലയുടെ കയ്യിൽ അമർന്നു. എന്നാൽ തൻ്റെ ഇരയെ മുൻപിൽ കിട്ടിയ സന്തോഷമായിരുന്നു അവനിൽ. ഇയാളെന്താടി ഇവിടെ, സ്റ്റെല്ല അറിയാതെ ധ്രുവിയോട് ചോദിച്ചു പോയി. എനിക്കറിയില്ല, ധ്രുവി പറഞ്ഞു. നീയ ഡി, സ്റ്റെല്ല തൻ്റെ അടുത്തിരുന്നവളെ തോണ്ടി വിളിച്ചു. എന്താടി? നീയെ തിരക്കി. ഇതാരാടി, സ്റ്റെല്ല അവളോട് ചോദിച്ചു. നമ്മുടെ ആസാദ് സാറിന് പകരം വന്നതാ, ജോയൽ സാർ, നീയ പറഞ്ഞു. നിനക്കിത് നേരത്തെ ഒന്ന് പറയാമായിരുന്നു, സ്റ്റെല്ല അവളോട് പറഞ്ഞു. ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ പുതിയ സാറ് വന്നെന്ന്, നീയ ചോദിച്ചു. നിനക്കൊരു ഫോട്ടോ എങ്കിലും അടുത്ത് അയച്ചു തന്നൂടായിരുന്നോടി ദുഷ്ടേ, സ്റ്റെല്ല ചോദിച്ചു. എന്താണ് മോളെ, വല്ല പണിയും കിട്ടിയോ? സ്റ്റെല്ലയുടെ ദയനീയമായ മുഖം കണ്ട് നീയ തിരക്കി. ചെറുതായിട്ട്, സ്റ്റെല്ല തന്നെ രാവിലെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. എൻ്റെ പൊന്നു ധ്രുവി, നീ കൂടെ ഉണ്ടായിട്ടാണോ ഇവൾ ഇത്രയും ഒപ്പിച്ചേ, നീയ ചോദിച്ചു. ഞാൻ ഇടയ്ക്ക് കയറിയില്ലായിരുന്നെങ്കിൽ രണ്ടും കൂടി അടിയായനെ, ധ്രുവി സ്റ്റെല്ലയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇനി ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, വരാനുള്ളത് ഫ്ലൈറ്റ് പിടിച്ചാണെങ്കിലും വരും, ദീർഘനിശ്വാസത്തോടെ സ്റ്റെല്ല പറഞ്ഞു. ഇതിപ്പോൾ ഫ്ലൈറ്റ് പിടിച്ച് വന്നതല്ലല്ലോ, നീ അങ്ങോട്ട് പോയി ഇടിച്ചിട്ട് മേടിച്ചതല്ലേ, നീയ ചിരിയോടെ ചോദിച്ചു. ശവത്തിൽ കുത്താതെ ദ്രോഹി, സ്റ്റെല്ല പറഞ്ഞു.
അറ്റൻഡൻസ് എടുക്കുമ്പോഴും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇടയ്ക്ക് ജോയലിൻ്റെ നോട്ടം സ്റ്റെല്ലയിലായിരുന്നു. ധ്രുവിത ആൻഡ് സ്റ്റെല്ല ക്ലാസ് കഴിഞ്ഞിറങ്ങാൻ തുടങ്ങുമ്പോൾ ജോയൽ വിളിച്ചത് കേട്ട് രണ്ടുപേരും എഴുന്നേറ്റ് നിന്നു. നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ ഇന്ന് ആദ്യമല്ലേ? മിസ്സായ നോട്ട്സ് എല്ലാം എഴുതി രാവിലെ സ്റ്റാഫ് റൂമിൽ വന്ന് എന്നെ കാണിച്ചിട്ട് നാളെ ക്ലാസ്സിൽ കയറിയാൽ മതി, ജോയൽ രണ്ടുപേരോടുമായി പറഞ്ഞു. ഓക്കെ സർ, രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു. ജോയൽ സ്റ്റെല്ലയെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. ഹോ! നെഞ്ചിൽ കൈവച്ച് സ്റ്റെല്ല ആശ്വാസത്തോടെ ബെഞ്ചിലേക്കിരുന്ന് ബാഗിൽ നിന്നും വെള്ളമെടുത്ത് ഒറ്റ ഇരിപ്പിന് അത് മുഴുവൻ കുടിച്ചു തീർത്തു. സ്റ്റെല്ലയുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് നിയ പൊട്ടിച്ചിരിച്ചുപോയി. കൂടെ ധ്രുവിയും. സ്റ്റെല്ല രണ്ടിനെയും ഒന്ന് തുറച്ചു നോക്കി. മനക്കൽ തറവാടിൻ്റെ മുറ്റത്ത് ജീപ്പ് നിർത്തി ഡ്രൈവർ സീറ്റിൽ നിന്നും ക്രിസ്റ്റി പുറത്തേക്കിറങ്ങി ഉടുത്തിരുന്ന മുണ്ട് മടക്കി കുത്തി. ക്രിസ്റ്റി, ദാ ഇത് വേണോ? നമുക്ക് തിരിച്ചു പോകാം, ജോൺ അവനോട് പറഞ്ഞു. നീ ഇങ്ങോട്ട് ഇറങ്ങും ജോണേ, ഇന്ന് ഇതിലൊരു തീരുമാനമുണ്ടാക്കണം, ക്രിസ്റ്റി പറഞ്ഞു. നിനക്കറിയാവുന്നതല്ലേ ക്രിസ്റ്റി കറിയാച്ചനെ, വെറുതെ നാണം കെടാമെന്നല്ലാതെ ഒരു കാര്യവുമില്ല, കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങിക്കൊണ്ട് ജോൺ പറഞ്ഞു. നീ ഇങ്ങോട്ട് വാ, ആദ്യം നമുക്ക് സംസാരിച്ച് നോക്കാം. ഉടക്കാനാണ് കറിയാച്ചൻ്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ക്രിസ്റ്റി അതും പറഞ്ഞ് മുന്നോട്ട് നടന്നു, ഒപ്പം ജോണും. കോളിംഗ് ബെല്ലടിച്ച് കാത്തുനിന്നവർക്ക് മുൻപിൽ ഡോറ് തുറന്ന് പ്രായം ചെന്ന ഒരു സ്ത്രീ പുറത്തേക്കിറങ്ങി. മുറ്റത്ത് നിൽക്കുന്ന രണ്ടുപേരെയും കണ്ട് അവരുടെ കണ്ണിൽ അത്ഭുതം നിറഞ്ഞു. കറിയാച്ചൻ ഇവിടെ ഉണ്ടോ ത്രേസ്യാമ്മച്ചി? ക്രിസ്റ്റി ചോദിച്ചു. ഉണ്ട് കുഞ്ഞെ, നിങ്ങൾ അകത്തേക്ക് വാ, ഞാൻ പോയി അച്ചായനെ വിളിച്ചിട്ട് വരാം, അവരോട് പറഞ്ഞുകൊണ്ട് ത്രേസ്യാമ്മച്ചി അകത്തേക്ക് കയറി. ഷെറിൻ റൂമിൽ നിന്ന് ഹാളിലേക്ക് വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളെ കണ്ട് ഒരു നിമിഷം പകച്ചു നിന്നുപോയി. ക്രിസ്റ്റി അവളെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ അവളും തിരികെ അവനായി ഒരു പുഞ്ചിരി നൽകി. പരസ്പരം കണ്ണുകൾ ഇടഞ്ഞതും പെട്ടെന്ന് തന്നെ ജോണും ഷെറിനും നോട്ടം പിൻവലിച്ചു. കറിയാച്ചൻ വന്നതും അവർക്കെതിർവശത്തായി ഇരുന്നു. എന്താ രണ്ടുപേരും കൂടി ഈ വഴിക്ക്? അവരുടെ വരവിഷ്ടപ്പെടാത്തതുപോൽ ഗൗരവത്തിലായിരുന്നു കറിയാച്ചൻ്റെ ചോദ്യം. വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം കറിയാച്ച, ജോണിൻ്റെയും ഷെറിൻ്റെയും കാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. ഒരിക്കൽ കല്യാണം വരെ എത്തിയതല്ലേ, അന്നത്തെ സാഹചര്യത്തിൽ അത് മുടങ്ങി. എങ്കിലും ഇപ്പോഴും ഇവരുടെ മനസ്സിലായി ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കതങ്ങ് നടത്താം, ക്രിസ്റ്റി പറഞ്ഞു. എൻ്റെ മോളുടെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം, അവളുടെ അപ്പനായ എനിക്കില്ലാത്ത ദണ്ണം നിനക്ക് വേണ്ട, കറിയാച്ചൻ ദേഷ്യത്തിൽ ക്രിസ്റ്റിയോട് പറഞ്ഞു. ഒരിക്കൽ എൻ്റെ മോളുടെ ഇഷ്ടത്തിന് ഞാൻ അവളുടെ കല്യാണം തീരുമാനിച്ചതാ. മിന്നുകെട്ടിന് ഒരാഴ്ച മുന്നേ ഇവൻ തന്നെ അത് വേണ്ടെന്ന് വെച്ചു. അന്നെൻ്റെ കുഞ്ഞ് കരഞ്ഞത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. ജീവിതകാലം മുഴുവൻ അവൾ കല്യാണം നടക്കാതെ ഇവിടെ നിന്നാലും ഇനി എൻ്റെ മോളെ ഞാൻ ഇവന് കൊടുക്കില്ല. വല്ലാത്ത ഒരു ഉറപ്പുണ്ടായിരുന്നു കറിയാച്ചൻ്റെ വാക്കിൽ. ഇനിയും ഈ വാശി വേണോ കറിയാച്ച? നിങ്ങളുടെ സ്വന്തം മോളല്ലേ ഇത്, അവളുടെ കണ്ണുനീർ കണ്ടില്ലെന്ന് വെക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റുമോ? ഭിത്തിയിൽ ചാരി നിന്ന് കരയുന്ന ഷെറിനെ നോക്കിക്കൊണ്ട് ക്രിസ്റ്റി ചോദിക്കുമ്പോൾ തലയും കുനിച്ചിരിക്കുന്ന ജോണിനെ കറിയാച്ചൻ ദേഷ്യത്തിൽ നോക്കി. നിന്റെ അപ്പൻ ചത്തോടെ ഇങ്ങനെ കിടന്ന് മോങ്ങാൻ? കറിയാച്ചൻ അവരോടുള്ള ദേഷ്യത്തിൽ ഷെറിൻ്റെ നേരെ കയ്യോങ്ങിക്കൊണ്ട് ചെന്നതും ക്രിസ്റ്റി അയാളെ തടഞ്ഞു. നിങ്ങളുടെ സ്വന്തം മോളായിരിക്കും, പക്ഷെ ഞങ്ങളോടുള്ള ദേഷ്യം ഈ പാവത്തിൻ്റെ മെക്കിട്ടുകയർ തീർക്കേണ്ട, ക്രിസ്റ്റി അയാളോട് പറഞ്ഞു. ഷെറിൻ, നിനക്ക് ജോണിനെ ഇഷ്ടമാണോ? ഇവൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതമാണോ? ക്രിസ്റ്റി ചോദിച്ചതും ഷെറിൻ ജോണിനെ ഒന്ന് നോക്കി. ഒരു കുറ്റവാളിയെപ്പോലെ തല കുനിച്ചു നിൽക്കുന്നവനെ കാണെ അവൾക്ക് തൻ്റെ സങ്കടം നിയന്ത്രിക്കാനായില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഷെറിനെ തന്നോട് ചേർത്ത് പിടിക്കുമ്പോൾ അവനും കരഞ്ഞിരുന്നു. ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നേ? ഒന്ന് വിളിച്ചൂടെ ചായ? കൂടെ വരില്ലേ ഞാൻ? ജോണിൻ്റെ നെഞ്ചിൽ വീണവൾ പൊട്ടിക്കരയുമ്പോൾ ത്രേസ്യാമ്മച്ചിയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ഞാനിവളെ കൊണ്ടുപോകുക, എൻ്റെ പെണ്ണായിട്ട്. ഇനി ഇവളുടെ കണ്ണുനീര് കണ്ടില്ലെന്ന് വെച്ചാൽ കർത്താവ് പോലും പൊറുക്കില്ല എന്നോട്. ഞാൻ ചെയ്ത തെറ്റ് ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്നറിയാം. നിങ്ങൾക്കിവളെ എപ്പോൾ കാണണമെന്ന് തോന്നിയാലും പാലമറ്റത്തിലേക്ക് വരാം. അത്രയും പറഞ്ഞുകൊണ്ട് ജോൺ ഷെറിനെയും കൂട്ടി പുറത്തേക്കിറങ്ങി, ഒപ്പം തന്നെ ക്രിസ്റ്റിയും. ത്രേസ്യാമ്മച്ചിയും അവരുടെ പുറകെ മുറ്റത്തേക്കിറങ്ങി. ക്രിസ്റ്റിയുടെ ജീപ്പ് മറയും വരെ അവർ നോക്കി നിന്നു. കണ്ണുനീർ ഒപ്പിക്കൊണ്ട് തിരിഞ്ഞതും ചിരിയോടെ തനിക്ക് പുറകിൽ നിൽക്കുന്ന കറിയാച്ചനെയാണ് ത്രേസ്യാമ്മച്ചി കണ്ടത്. അച്ചായ, സങ്കടത്തോടെ അവർ വിളിച്ചു. എന്നാത്തിനാ ത്രേസ്യാമ്മ ഇങ്ങനെ കരയുന്നേ? കറിയാച്ചൻ തിരക്കി. അച്ചായന് ദേഷ്യമുണ്ടോ നമ്മുടെ മോളോട്? അവർ ചോദിച്ചു. എന്നാത്തിന്? അവൾ ഇത്രയും നാൾ കണ്ണീരൊഴുക്കി കാത്തിരുന്നത് അവന് വേണ്ടിയല്ലേ? കറിയാച്ചൻ പറഞ്ഞു.
അപ്പോൾ അച്ചായന് ജോണിനോട് ദേഷ്യമൊന്നുമില്ലേ? ത്രേസ്യാമ്മച്ചി ചോദിച്ചു. ദേഷ്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്നവൻ നമ്മുടെ മോൾക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ, കരഞ്ഞപ്പോൾ അതില്ലാതെയായി, കറിയാച്ചൻ പറഞ്ഞു. രണ്ടുപേര് പരസ്പരം സ്നേഹിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ മാത്രം ധൈര്യം കാണിച്ചിട്ട് കാര്യമില്ല. രണ്ടുപേരും ഒരുപോലെ ധൈര്യം കാണിക്കുകയും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരുമിച്ച് നിന്ന് നേരിടുകയും ചെയ്യുമ്പോഴാണ് സ്നേഹം വിജയിക്കുന്നത്. ഇന്നവൻ്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. അവൻ നമ്മുടെ മോളെ പൊന്നുപോലെ നോക്കും. അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ ത്രേസ്യാമ്മോ, കറിയാച്ചൻ ത്രേസ്യാമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്നാത്തിന് അച്ചായൻ അവനോട് പറഞ്ഞേ, കല്യാണം കഴിക്കാതെ അവൾ ഇവിടെ നിന്നു പോയാലും ജോൺ അവളെ കൊടുക്കില്ലെന്ന്? ത്രേസ്യാമ്മച്ചി ചോദിച്ചു. ഇവിടെ വന്ന് സംസാരിച്ചത് ക്രിസ്റ്റിയല്ലേ? നമ്മുടെ മോൾ ജീവിക്കേണ്ടത് ജോണിൻ്റെ കൂടെയാണ്. അവൻ്റെ പെണ്ണിന് വേണ്ടി അവൻ സംസാരിക്കണം. ഒരു കുറ്റവാളിയെപ്പോലെ അവൻ തലയും കുനിച്ചിരിക്കുന്നത് കണ്ടാൽ എനിക്ക് ദേഷ്യം വരില്ലേ? പണ്ട് ഈ വീട്ടുമുറ്റത്ത് കയറി വന്നവൻ പറഞ്ഞതാ, അവൻ്റെ മിന്നിനൊരു അവകാശമുണ്ടെങ്കിൽ അത് നമ്മുടെ മോളാണെന്ന്. അങ്ങനെയുള്ളവൻ ഇവിടെ നമുക്ക് മുന്നിൽ തലകുനിച്ചിരിക്കുമ്പോൾ തകർന്നു പോകുന്നത് നമ്മുടെ മോളല്ലേ? കറിയാച്ചൻ പറഞ്ഞു. അച്ചായ, ഞാൻ നാളെ മാത്യൂസിനെയും കുര്യനെയും ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ത്രേസ്യാമ്മച്ചിയുടെ വിളിയുടെ അർത്ഥം മനസ്സിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു.